ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2308. ഇന്ന് ഏപ്രിൽ മാസം 26-ാം തീയതി 116-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. പുതുഞായറിന് ശേഷം 2-ാം ഞായറാണ്. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 31 മുതലുള്ള വേദഭാഗമാണ്. സുറിയാനി സഭ ഇന്നേ ദിവസം വായിക്കാനും ധ്യാനിപ്പാനുമായി വേർതിരിച്ച സുവിശേഷ ഭാഗം. ശിഷ്യന്മാർ പതിയെ ഭക്ഷണവുമൊക്കെ ആയിട്ട് യേശുവിന്റെ അരികിലെത്തുകയാണ്. ജീവിക്കാനായിട്ട് കഴിക്കണ്ടേ? തീർച്ചയായിട്ടും. ഏതാണ്ട് നമ്മളുടെ ജീവിതം കഴിക്കാൻ വേണ്ടി മാത്രമായി മാറുമ്പോൾ ജീവിക്കാനായി കഴിക്കണം. യേശുവിനും വിശന്നിട്ട് വഴിയരികിൽ കണ്ട ഒരു അത്തിമരത്തിന്റെ അരികിലേക്കും ധൃതിയിൽ നടന്ന് എത്തുന്നുണ്ട്. വിശുദ്ധനായ മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമ്മളത് കണ്ടിട്ടുള്ളതാണ്. എന്തായാലും ഭക്ഷണം വാങ്ങിക്കാനായിട്ട് പട്ടണത്തിലേക്ക് പോയ ശിഷ്യന്മാർ മടങ്ങി വരുന്നു. ഗുരു, ഭക്ഷിച്ചാലുമെന്ന് പറയുന്നു. അപ്പോൾ യേശുവിന്റെ മറുപടിയാണ്, നിങ്ങൾക്കറിഞ്ഞുകൂടാത്ത ഭക്ഷണം എനിക്ക് ഉണ്ട്. എല്ലാവരും ആത്മീയ ആഹാരത്തെക്കുറിച്ച്, ആത്മീയ അപ്പത്തെക്കുറിച്ച് അജ്ഞരാണെന്ന് പറയാൻ പറ്റില്ല, അവബോധമില്ലെന്നും പറയാൻ പറ്റില്ല, പക്ഷേ ആവശ്യബോധമില്ലെന്നും പറയാൻ പറ്റില്ല. അലസരാണ്. സമയം ഇനി ഉണ്ടല്ലോ എന്നാണ്. ആത്മീയ അപ്പമൊക്കെ ശേഖരിക്കാൻ, സൂക്ഷിക്കാനൊക്കെ അവിടെ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. ഇപ്പോൾ ഒരു പ്രയോറിറ്റി ഭൗതിക ഭക്ഷണത്തിന് വേണ്ടിയാണ്. നെട്ടോട്ടം ഓടുകയാണ്. ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ ഇന്ന് നിരന്തരം ആവർത്തിക്കുന്ന ഒരു കാര്യം തിരക്കാണെന്നാണ്. സമയമില്ല, ഒട്ടും സമയമില്ല, ഭയങ്കര തിരക്കാണ്. യേശുവിന്റെ ജീവിതത്തെ ഒന്ന് സുവിശേഷത്തിലൂടെ കണ്ണോടിച്ചാൽ 33 വയസ്സുവരെ എത്തിയ ജീവിതം. ഇതിനിടയിൽ ഇങ്ങനെ വിജനതയിൽ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിരുന്നതായിട്ട് നമ്മളിങ്ങനെ ആവർത്തിച്ച് കാണുന്നില്ലേ? തൻ്റെ അപ്പനുമായിട്ടുള്ള സംസർഗത്തിൽ ആയിരിക്കാനായിട്ട് ബോധപൂർവം കണ്ടെത്തുന്ന വേറിട്ട നേരവും നിമിഷവും. എൻ്റെ നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഇങ്ങനെയൊരു ഭക്ഷണത്തിനും പ്രാധാന്യമുണ്ട്. നിങ്ങൾക്കറിഞ്ഞുകൂടാത്ത ഭക്ഷണവും എനിക്കുണ്ട്. ഈ ഭക്ഷണം വേണ്ടെന്നല്ല, ഈ ഭക്ഷണത്തോടൊപ്പമോ ഇതിനേക്കാൾ അപ്പുറത്തോ എനിക്ക് മറ്റൊരു ഭക്ഷണവും ഉണ്ട്, വേണ്ടതാണ്. അല്ലെങ്കിൽ ആ ഒരു ഭക്ഷണത്തിന്റെ ഫലമായിട്ടാണ് എനിക്ക് ഈ ഭൗതിക ഭക്ഷണമൊക്കെ കിട്ടുന്നത്. ഈ ഒരു തിരിച്ചറിവിലേക്ക് നമുക്ക് പതിയൊന്ന് എത്തണ്ടേ? പ്രാർത്ഥനയോടുകൂടി. ആമേൻ.